കാര്യപരിപാടിയിലേക്ക് കടക്കുമ്പോൾ ചെർപ്പളശ്ശേരി അങ്ങാടിയിൽ, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി അങ്ങാടിയിൽ ചെറിയൊരു ഉന്തും തള്ളും നടക്കുകയാണ്. പോലീസ് ഇങ്ങോട്ടുന്തുമ്പോൾ മോർച്ച അങ്ങോട്ടുന്തുന്നു, മോർച്ച അങ്ങോട്ടുന്തുമ്പോൾ പോലീസ് ഇങ്ങോട്ടുന്തുന്നു. എന്തിനാണ് ഈ ഉന്തും തള്ളുമെന്നല്ലേ? ഒരാൾക്ക് വഴിയൊരുക്കാനാണ്. സമരമുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ചാർത്തി PK ശശിയെ സ്വീകരിച്ചത് തൊഴിലാളി പ്രസ്ഥാനമല്ല കേട്ടോ. അങ്ങനെ ധരിച്ചേക്കരുത്. മുതലാളിമാരുടെ പ്രസ്ഥാനമാണ്, ബസ് മുതലാളിമാരുടെ പ്രസ്ഥാനം. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ഈ ഒരു ദുരന്താവസ്ഥയിൽ കേരളത്തിലെ ബസ് ഉടമകൾ മുഴുവൻ ഈ ദുരന്തത്തിന്റെ ഭാഗമായി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരെ സഹായിക്കാവുന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ന് കേരള സംസ്ഥാനത്തിലെ ഏതാണ്ട് 1312 ബസ്സുകൾ ഇന്ന് കേരള ജനതയെ സഹായിക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ വരുമാനം, പ്രത്യേകിച്ച് തൊഴിലാളികൾ ഉൾപ്പെടുന്ന വ്യക്തികളുടെ വരുമാനം ഇന്ന് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലുള്ള 236 ബസ്സുകളുടെ ഇന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റി 236 ബസ്സുകൾ ഇതേ ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നു. അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ജനകീയനായ MLA ശശിയേട്ടനെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. കേട്ടല്ലോ, ജനകീയനാണ് ശശിയേട്ടൻ. അദ്ദേഹം പിന്തുണക്കുന്ന സർക്കാരും ജനങ്ങൾക്ക് ഒരു താങ്ങ് കൊടുക്കാനായി കഷ്ടപ്പെടുകയാണ്. കേരള ഗവൺമെന്റിന്റെ ഈ മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങളിൽ ലോകമാകെ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സഹായം ഒരു പ്രവാഹമായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ബസ് ഉടമസ്ഥ സംഘമായ KBTA അവരുടെ ഇന്നത്തെ ഒരു ദിവസത്തെ അവരുടെ ആ ബസ് ഉടമകളുടെ കളക്ഷനും ബസ് തൊഴിലാളികളുടെ സംഭാവനയും ഉൾപ്പെടെയുള്ള സംഖ്യ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ഉദ്യമത്തെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുകയാണ്. എന്നാലും എത്രത്തോളം ജനകീയനാണെങ്കിലും ഒരു പരാതിക്കിടയാക്കിയ ആളാണ് എന്നൊരു കല്ലുകടിയുണ്ട്. അത് കാണാതിരുന്നുകൂടാ. പരാതിക്കിടയായ ആളുകളെ പൂമാല ഇട്ട് കൊണ്ടു നടക്കുന്ന രീതി ഞങ്ങൾ ഒരു കാലത്തും ആവിഷ്കരിച്ചിട്ടില്ല. അതൊന്നും പാർട്ടിയുടെ അഭിപ്രായമല്ല, അയാളുടെ വ്യക്തിപരമായ. അതും ശരിയാണ്. ഇവിടെ ആരും പൂമാല അണിയിച്ചിട്ടില്ല. അണിയിച്ചത് തുണിമാലയാണ്, ഒരു തുണിക്കഷണം എന്ന് പറയാം. അത് ചുവന്നതായിപ്പോയി എന്നതുകൊണ്ട് അത് ആ പാർട്ടി അണിയിച്ചതാണ് എന്ന് പറയാനും പറ്റില്ല. തന്നെയുമല്ല,
അത് അണിയിച്ചവരുടെ പ്രസ്ഥാനം വേറെയുമാണ്. ആകപ്പാടെ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് ഒരു പരാതിയുണ്ട് എന്ന കാര്യം മാത്രമാണ്. പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ പരാതി എങ്ങനെ പരിഹരിക്കപ്പെടണമെന്ന് വ്യക്തതയുള്ള ആളാണ് പരാതി കൊടുത്തിട്ടുള്ളത്. കേട്ടില്ലേ? എങ്ങനെ പരിഹരിക്കപ്പെടണമെന്ന് വ്യക്തതയുള്ളയാളാണ് പരാതി കൊടുത്തത്. എന്നിട്ട് അയാൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്തിന്? ഇതിൻ്റെ പോലെ കേസെടുക്കണമെങ്കിൽ പരാതി പോലീസിന് കൊടുക്കണം. ഇതിൽ പരാതിക്കാരില്ല പോലീസിൻ്റെ മുമ്പിൽ. അപ്പം നമ്മൾ ഇല്ലാത്ത പൂച്ച ഇരുട്ടിത്തപ്പ എന്ന് പറയുന്ന പോലെയാണ് ഈ വാദം. മറ്റേത് സ്വാഭാവികമായും CPIM-ൻ്റെ ഭരണഘടന പ്രകാരം ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരാൾ ഒരു CPIM മെമ്പറുടെ പേരിൽ ഒരു പരാതി കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. പിണറായി സഖാവ് പണ്ട് പറഞ്ഞതാണ് ശരി. നമുക്കൊന്നും ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും മനസ്സിലാവില്ല. അങ്ങനെ ചെർപ്പളശ്ശേരിയിലെ മുതലാളിമാരുടെ ജീവകാരുണ്യ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജനകീയനായ ശശിയേട്ടനെ അവിടെ വെച്ചതാ ചിലർ വിചാരണ ചെയ്യുന്നു. താങ്കളോട് ഇപ്പൊ നിലവിലുള്ള വിഷയങ്ങൾ അറിയാലോ, അപ്പൊ എന്തെങ്കിലും വിശദീകരണം പാർട്ടി ഇപ്പൊ ചോദിച്ചിട്ടുണ്ടോ? ആരോട്? താങ്കളോട്. ഞങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 4-ാം തീയതി മീഡിയാസിനോട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ്, അതുതന്നെയാണ് പിന്നെയും പിന്നെയും തെളിഞ്ഞു വരുന്നത്. നമ്മളൊന്നും വിചാരിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തെ പറയും. പാർട്ടിയുടെ ഒരു നിലപാട് അറിയാത്ത ചില വിവരദോഷികൾ പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു എന്ന് വരും. പക്ഷെ പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്നിൽ നിന്ന് കിട്ടുമെന്ന് ഒരു മാധ്യമ പ്രവർത്തകനും ആയുസ്സിൽ വിചാരിക്കണം. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്. അതിനാൽ പാർട്ടിക്കകത്തുള്ള കാര്യം ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടില്ല. നിലപാട് അറിയാത്ത ചില വിവരദോഷികൾ പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു എന്ന് വരും. നിലപാട് അറിയാത്ത ചില വിവരദോഷികൾ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. കറക്റ്റാണ്. ഈ കേസിലും അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ. The question is that it has been sent there. They'll look into it and then they'll send us the report. Let's see. So you're monitoring it anyway. അത് ജനറൽ വിവരദോഷി. ഒരു കമ്മ്യൂണിസ്റ്റിനെതിരെ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പുറത്തു പറഞ്ഞ ജനറൽ വിവരദോഷി. 3 ആഴ്ച മുമ്പേ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവരദോഷി ഇതാ. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് വാർത്ത കിട്ടിയിട്ടുള്ളൂ. ഇത് 3 ആഴ്ച മുമ്പേ ഞങ്ങളിത് കൈകാര്യം ചെയ്ത വാർത്ത നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇവിടെ ആരും ഈ വാർത്ത പൂർത്തിയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് വന്ന വാർത്ത എന്താ? ഞങ്ങൾ ഇവിടുന്ന് പൂട്ടിക്കളഞ്ഞതാണ്. ഇവിടെ ആരും വാർത്ത പൂർത്തിയിട്ടില്ല. 3 ആഴ്ച മുമ്പ് തന്നെ നടപടിക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉചിതമായ തീരുമാനം പാർട്ടി കൈക്കൊള്ളും. വിവരദോഷികൾ പറയുന്നതനുസരിച്ച് PK ശശി എന്ന കമ്മ്യൂണിസ്റ്റുകാരനെതിരെ ഒരു പരാതിയുണ്ട്. അത് തെളിഞ്ഞ സ്ഥിതിക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതൊരാളെക്കുറിച്ചും അത് ചെറിയ ആളാകട്ടെ ഉന്നതനായ നേതാവാകട്ടെ അവർക്കെതിരായി ഒരു പരാതി കിട്ടിയാൽ ആ പരാതി പാർട്ടി രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് പാർട്ടികളെ പോലെ ഇതിൽ സ്വകാര്യത സൂക്ഷിക്കില്ല. അതിനകത്ത് സ്വകാര്യത ഉണ്ടാകും. കാരണം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. അപ്പോ ആ കാര്യത്തിൽ എനിക്കെതിരായി പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കാനുള്ള നല്ല കരുത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പാർട്ടി അന്വേഷിക്കുകയാണെങ്കിൽ ആ അന്വേഷണത്തെ നേരിടാനുള്ള നല്ല കമ്മ്യൂണിസ്റ്റ് ആർജവും കമ്മ്യൂണിസ്റ്റ് ആരോഗ്യവും എനിക്കുണ്ട് എന്ന കാര്യം എന്റെ പൊതുജീവിതം, എന്റെ ചെറുതല്ലാത്ത പൊതുജീവിതം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. അത് ബോധ്യപ്പെട്ടു. ആർജവം 2 ദിവസം കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടു. പക്ഷെ ഇനിയും മനസ്സിലാവാത്തത് ആ ആരോഗ്യത്തിന്റെ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം. കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് ഉണ്ടാകുന്നതല്ല. സാധാരണ ഒരാൾക്ക് അത് മനസ്സിലാകില്ല എന്ന്. അപ്പോൾ പിന്നെ ഈ മുസ്ലിം പവർ എക്സ്ട്രാ ഒക്കെ കഴിക്കുന്നവർക്കുണ്ടാകുന്ന ആരോഗ്യമായിരിക്കും. അതുപോട്ടെ, ഒരു അച്ചടക്ക നടപടി വന്നാൽ ശശിയേട്ടൻ എങ്ങനെ പ്രതികരിക്കും? അച്ചടക്ക നടപടിനെ പറ്റി നിങ്ങളിപ്പോ എന്തിനാ ബേജാറാകുന്നത്? അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യമല്ല.
അത് ഞങ്ങളെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യമില്ല. അതിനിപ്പോ എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ വേവലാതി? ഞാൻ ചോദിക്കുന്നത് മീഡിയാസിന് ചർച്ച ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, കുറെ ദിവസമായില്ലേ? ഇനി വെറുതെ ഒരു കാര്യമില്ലാതെ നിങ്ങൾ കുറേ ദിവസമായി ഇത് തന്നെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരാതി ഉള്ളത് കൊണ്ടാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ പരാതി ഉണ്ടാ? നിങ്ങളുടെ കയ്യിൽ പരാതി ഉണ്ടാ? പാർട്ടിയിൽ കൊടുത്ത പരാതി പാർട്ടിയുടെ കൈവശമുണ്ടെന്ന് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും പറഞ്ഞ പരാതി, ആ പരാതിയെക്കുറിച്ചാണല്ലോ. നിങ്ങളുടെ കയ്യിൽ പരാതി ഇല്ലാതെയാണ് നിങ്ങൾ ഈ വിചാരണ ഇപ്പോൾ അനാവശ്യമായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പിന്നെ പരാതി കണ്ടിട്ടുള്ള ഒരാളെ സമീപിക്കാം. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ, അവരുടെ കയ്യിൽ ആ പരാതിയുണ്ട്. എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും ഞങ്ങളത് ചർച്ച ചെയ്യും. അല്ല, അത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പെട്ടെന്ന് അതിനെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കും. ഇന്നിപ്പം ആരംഭിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് അല്ലേ? അല്ല, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആലോചിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് വിചാരിച്ച ചർച്ച ചെയ്യും. ഇല്ല, ഒന്നും ഇപ്പം ഞങ്ങളൊന്നും പറയാനായില്ല. അവരെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. 3 ആഴ്ചയായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നൊരു പരാതി പൊതുവെ ഉണ്ട് ടീച്ചർ. ഇന്ന് മുതലാണ് പാർട്ടി തീരുമാനിച്ചതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. അന്വേഷണം ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ് അതോ 3 ആഴ്ച മുൻപ് തന്നെ? അല്ല, നമ്മൾ മുൻപ് തന്നെ തീരുമാനിച്ചതാണ്. ടീച്ചർ ആയതുകൊണ്ട് അന്വേഷണം നീതിയുക്തമായിരിക്കും എന്നുറപ്പിക്കാം. ബെസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥയാണ്. ഇത്തരം കേസുകളിൽ ആളെ നോക്കില്ല. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളത് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ടീച്ചർ അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന് മാത്രവുമല്ല, ഇത്തരം പരാതികൾക്ക് വില കൽപ്പിക്കുന്നയാളുമാണ്. അവരുടെ വനിതാ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന 2 നേതാക്കൾ, KPCCയിൽ അംഗങ്ങളായിട്ടുള്ള 2 നേതാക്കൾ ഈ രൂപത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുമ്പോഴെങ്കിലും KPCC നേതൃത്വം അതിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കണ്ടേ? കോൺഗ്രസുകാരുടെ MLAക്കെതിരെ ഒരു പരാതി വന്നപ്പോൾ ഇതായിരുന്നു ടീച്ചറുടെ നിലപാട്. അതിനാൽ ഇനി ഇക്കേസിൽ ഉത്കണ്ഠയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, പരാതി കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. എന്തായാലും ഇരയ്ക്ക് നീതി കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകണ്ട. നീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല അവിടെ. ഇവരുടെ 2 വനിതാ നേതാക്കൾ ഇത്രയും ശക്തമായി രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇനി പാർട്ടി ഭരണഘടന അനുസരിച്ച് ശിക്ഷയുണ്ടാകും എന്നുറപ്പിക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം ബാക്കി നിൽക്കുന്നുണ്ട്. ആരായിരിക്കും ശശിയേട്ടനെതിരെ ഈ കെണിയൊപ്പിച്ചത്? കടുവയെ പിടിച്ച കിടുവ ആരായിരിക്കും? ഞാൻ ഒരിക്കൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇനി ചോദിച്ച് എന്നെ വെട്ടിലാക്കാമെന്ന ധാരണയാണ് ഏതെങ്കിലും മീഡിയ പ്രവർത്തകനുള്ളതെങ്കിൽ അതിലൊന്നും ശശി വിടാൻ പോകില്ല. തെളിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യത്തോടെ ശശിയേട്ടൻ ഞെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ചിലർ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. വന്ന KSUക്കാർ നേരെ പോയത് വനിതാ കമ്മീഷൻ ഓഫീസിന്റെ മുന്നിലേക്കാണ്.
ഈ KSUക്കാരുടെ ഒരു കാര്യം, കമ്മീഷൻ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിന്റെ പേരിലാണ് ആ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ അവർ ചാണകം തെളിച്ചത്. കഷ്ടം. പരാതി കിട്ടിയിട്ട് കൈമാറാൻ പാർട്ടി വനിതാ കമ്മീഷൻ 2-2 നിങ്ങളങ്ങനെ കൂട്ടിക്കുഴച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്. വനിതാ കമ്മീഷന് നിങ്ങളിപ്പോൾ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്നെ വനിതാ കമ്മീഷൻ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതിയുണ്ട്. ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും പക്ഷേ കോൺഗ്രസിലെ ബോധിക്കുന്നില്ല. അവർ ശശിയേട്ടനെ മറയാക്കി CPM-നെതിരെ ആഞ്ഞു തള്ളുകയാണ്. ഇതുകൊണ്ടൊന്നും ശശിയേട്ടൻ കുലിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു കളിയാണ്, ഒത്തുകളി. എനിക്കെതിരായി ചില പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ആളുകൾക്കുൾപ്പെടെ യഥാർത്ഥത്തിൽ അറിയാം അവരോട് എനിക്കൊരു പ്രതിഷേധമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്കെതിരായിട്ട് പാരോ എന്തോ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായി പാരോ തന്ത്രെന്തോ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരൊരു പ്രതിഷേധം ഉണ്ടായി. അവരോടൊന്നും എനിക്ക് യാതൊരു പ്രതിഷേധമില്ല. അപ്പൊ എന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ, വലതുപക്ഷ മുന്നണിയിലെ നേതാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ശശിയെ ഞങ്ങൾക്കറിയാം, പക്ഷെ ഇത് പൊളിറ്റിക്സ് ആണ്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല, കാരണം അത് അവരെ അപകടപ്പെടുത്തലാണ്. എന്നെ വിളിച്ചു, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എന്നെ വിളിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊന്നുമല്ല ശശിയേട്ടനെ കുഴക്കുന്നത്, കോൺഗ്രസുകാരൊന്നുമല്ല, അകത്തുള്ളവരാണ്. എന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകൾ അതിനീചമായ ചില മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. എനിക്കിപ്പോഴും അറിയില്ല. ഈ പത്രത്തിൽ കാണുന്ന വാർത്ത കണ്ടപ്പോഴാണ് ഞാനത് പറയുന്നത്. ഇപ്പോഴും എനിക്കറിയില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ മീഡിയാസിൽ കാണുന്നത് എന്തോ അന്വേഷണം വരാൻ പോകുന്നു എന്നാണ്. ഞാനല്ലേ കാണുന്നത്? അല്ലേ? പാർട്ടി തല അന്വേഷണം എനിക്കറിയില്ല, പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അന്വേഷണം വന്നാലാകട്ടെ, ആ അന്വേഷണത്തെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഉത്തമമായ കമ്മ്യൂണിസ്റ്റ് ബോധത്തോടും കമ്മ്യൂണിസ്റ്റ് ആരോഗ്യത്തോടും കൂടി ഞാൻ ഫേസ് ചെയ്യും. ഓക്കെ, അത് മതി ശശിയേട്ടാ, പിടിച്ചു നിന്നാൽ മതി.